عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه അദ്ദേഹത്തിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു بينما نحن جلوس عند النبي صلى الله عليه وسلم إذ دخل رجل فصلى നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ അവിടേക്ക് മസ്ജിദിലേക്ക് കടന്നു വന്നു. ഫസല്ല എന്നിട്ട് അദ്ദേഹം നിസ്കരിക്കുകയും ചെയ്തു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറഞ്ഞു. ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, ഈ വന്ന വ്യക്തിയോട് പറഞ്ഞു, ഇർജഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി. ഇർജഅ ഫസല്ലി, നീ തിരിച്ചുപോയി നിസ്കരിക്കുക. ഫഇന്നക ലം തുസല്ലി, തീർച്ചയായും നീ നിസ്കരിച്ചിട്ടില്ല. ഫഅലഹ സലാസൻ, അദ്ദേഹം പോയി നിസ്കരിച്ചു, തിരിച്ചു വന്നു. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പറഞ്ഞയച്ചു. വീണ്ടും അദ്ദേഹം പോയി തിരിച്ചു വന്നു. പിന്നെയും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അതുപോലെ തിരിച്ചയച്ചു. സുമ്മ ഖാല, മൂന്നാമത്തെ ഊഴവും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയ്യൻ ലാ ഉഹ്സിനു ഗൈറ ഹാദാ ഫഅല്ലിംനി. താങ്കളെ നബിയായിക്കൊണ്ട് ഏതൊരുവനാണോ അയച്ചത് ആ അല്ലാഹു തന്നെ സത്യം. ലാ ഉഹ്സിനു ഗൈറ ഹാദാ, ഇതിനേക്കാൾ നന്നായി നിസ്കരിക്കാൻ എനിക്കറിയില്ല, എനിക്ക് സാധിക്കുകയില്ല. ഫഅല്ലിംനി, അല്ലാഹുവിന്റെ റസൂലെ അങ്ങനെക്ക് പഠിപ്പിച്ചു തന്നാലും. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ ഖുംത ഇലസ്സലാത്തി ഫകബ്ബിർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഹദീസ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. ഇദാ ഖുംത ഇലസ്സലാത്തി ഫകബ്ബിർ, നീ നിസ്കരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഫകബ്ബിർ, അല്ലാഹു അക്ബർ എന്ന് പറയുക, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക. സുമ്മ ഖറ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, അതിനുശേഷം നിനക്ക് മനപ്പാടമുള്ള ഖുർആനിൽ നിന്ന് ആയത്തുകൾ, സൂറത്തുകൾ പാരായണം ചെയ്യുക. സുമ്മ ഇർകഅ ഹത്താ തത്മഇന്ന റാകിഅൻ, അത് കഴിഞ്ഞാൽ നീ റുകൂഅ് ചെയ്യുക. ഹത്താ തത്മഇന്ന റാകിഅൻ, റുകൂഇലായിരിക്കുമ്പോൾ തുമഅനീനത്ത് പാലിക്കുന്നതുവരെ, റുകൂഇൽ അടക്കം പാലിക്കുന്നതുവരെ നീ റുകൂഅ് ചെയ്യുക. ഇപ്പം എന്ത് മനസ്സിലായി? അദ്ദേഹത്തിന് റുകൂഇൽ തുമഅനീനത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സുമ്മ ഇർഫഅ ഹത്താ തഅ്തദില ഖായിമൻ, റുകൂഇന് ശേഷം നീ ഉയരുക. ഹത്താ തഅ്തദില ഖായിമൻ, ഇഅ്തിദാൽ അഥവാ നേരെ നിവർന്ന് നിൽക്കുന്നതുവരേക്കും. ഇപ്പം ഇഅ്തിദാലിലും അതുപോലെ നേരെ നിർവഹിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. സുമ്മ സ്ജുദ് ഹത്താ തത്മഇന്ന സാജിദൻ, അതിനുശേഷം നീ സുജൂദ് ചെയ്യുക, സുജൂദിൽ നീ അടക്കം പാലിക്കുന്നതുവരെ. സുമ്മ ഇർഫഅ ഹത്താ തത്മഇന്ന ജാലിസൻ, സുജൂദിൽ നിന്നും നീ ഉയരുക, സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ തുമഅനീനത്ത് പാലിക്കുന്നതുവരെ. സുമ്മ ഫഅൽ ദാലിക ഫീ സലാതിക കുല്ലിഹാ, അതിനുശേഷം ഈ പറഞ്ഞ തുമഅനീനത്ത്, ഈ പറഞ്ഞ രൂപം നിന്റെ നിസ്കാരത്തിലുടനീളം നീ പ്രവർത്തിക്കുക, ചെയ്യുക. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ തുമഅനീനത്ത് വേണം. അതില്ലാതെ നിസ്കരിച്ച സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. 3 തവണ അത് ആവർത്തിച്ചു എന്ന് ഈ ഹദീസിൽ നിന്നും വ്യക്തമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, തിരക്കിട്ട് നിസ്കരിക്കുന്ന നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നോക്കൂ. ആദ്യം ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ തിരിച്ചു പോവുക, എന്നിട്ട് നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരം ശരിയാവുകയില്ല. തുമഅനീനത്തില്ലാതെ, അടക്കം പാലിക്കാതെ, തിരക്കുകൂട്ടി ഒരാൾ നിസ്കരിച്ചാൽ, നിസ്കാരത്തിലെ റുക്നുകൾ പാലിക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ, ആ വ്യക്തിയുടെ നിസ്കാരം അത് ഫസാദായി പോകും, നിസ്കരിച്ചിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് എത്തും എന്നത് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.